1492 വോട്ടിന്റെ ലീഡ് ഇടതുപക്ഷത്തിന് സമ്മാനിച്ച അമരമ്പലം എന്ന ഇടതിന്റെ കോട്ടയിൽ എങ്ങനെയാണ് പോളിംഗ് ഇപ്പോൾ പുരോഗമിക്കുന്നതെന്ന് നമുക്ക് നോക്കാം. AUP സ്കൂളിൽ ഇപ്പോൾ നമ്മുടെ പ്രതിനിധി ദീപക് മലയമയുണ്ട്. ദീപക്, LDFിന്റെ കോട്ടയാണ് അമരമ്പലം. 1492 വോട്ടിന്റെ ലീഡ് അവസാനം LDFിന് കൊടുത്ത പഞ്ചായത്താണ്. ആ പഞ്ചായത്തിൽ ഇപ്പോൾ ദീപക് നിൽക്കുന്ന മണ്ഡലത്തിൽ എങ്ങനെയാണ്, ബൂത്തിൽ എങ്ങനെയാണ്? ബൂത്തിൽ തിരക്കുണ്ടോ, മഴയുണ്ടോ അവിടെ? അരുൺകുമാർ, നിലവിൽ മഴയില്ല. അത്യാവശ്യം വെയിൽ വന്നു തുടങ്ങിയിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് ബൂത്തിലെ കാഴ്ചകൾ തന്നെ കാണാൻ സാധിക്കും. അല്പം ആളുകൾ മാത്രമാണ് ക്യൂ നിൽക്കുന്ന സാഹചര്യമുള്ളത്. ഇവിടെ AUP സ്കൂൾ പൂക്കോട്ടുപാടമാണ്. ഇവിടെ 4 ബൂത്തുകളാണ് നേരത്തെ തന്നെ സജ്ജീകരിച്ചിട്ടുള്ളത്. ഇപ്പോൾ നമ്മൾ ദൃശ്യങ്ങൾ കാണുന്നത് ബൂത്ത് നമ്പർ 239 ഇവിടെ സ്ത്രീകളും പുരുഷന്മാരും ഒക്കെ കുറച്ച് പേര് വരി നിൽക്കുന്നുണ്ട്. ഈ ആളുകൾ വന്ന് പെട്ടെന്ന് വോട്ട് ചെയ്ത് പോകുന്ന സാഹചര്യം ഉണ്ട് എന്നുള്ളതാണ്. എത്ര സമയം വന്നിട്ട്? 15 എങ്ങനെയുണ്ട് ഈ തെരഞ്ഞെടുപ്പ്? എങ്ങനെയുണ്ട്? കുഴപ്പമൊന്നുമില്ല, അടിപൊളിയാണ്. കൃത്യമായൊരു വിജയത്തുണ്ടാവും. ഉണ്ടാവും, തീർച്ചയായിട്ടും ഉണ്ടാവും. അതുപോലെയാണ് ചേട്ടാ, എത്ര മണിക്ക് എത്തി? എത്തിയിട്ടുള്ളൂ. പെട്ടെന്ന് കാര്യങ്ങൾ നടക്കുന്നുണ്ട്. അതുപോലെ പെട്ടെന്നൊരു നേതാവ് വരും. ശരി, തീരുമാനിച്ചുറപ്പിച്ചിട്ടുണ്ടാവുമല്ലോ. തീരുമാനിച്ചു. അരുൺ, ഇങ്ങനെയാണ് ഇവരൊക്കെ തീരുമാനിച്ചുറപ്പിച്ച് തന്നെയാണ് ഇവിടേക്ക് എത്തിയിരിക്കുന്നത്. കാരണം ഒരു ആവേശ പോരാട്ടം എന്നുള്ള നിലയ്ക്ക് തന്നെയാണ് പ്രത്യേകിച്ച് നിലമ്പൂരുകാർ ഈ തെരഞ്ഞെടുപ്പിനെ കാണുന്നത്. ഒരു ത്രികോണ മത്സരം എന്നുള്ള അർത്ഥത്തിലേക്കൊക്കെ കാര്യങ്ങൾ മാറിയത് നമ്മൾ കണ്ടിട്ടുള്ളതാണ്. അതുകൊണ്ട് ആദ്യ വോട്ടാണോ? ഈ തീരുമാനിച്ചുറപ്പിച്ചോ? ഇപ്പം എത്ര സമയം? എങ്ങനെയുണ്ട് ഇപ്രാവശ്യത്തെ തെരഞ്ഞെടുപ്പ്? അടിപൊളി തെരഞ്ഞെടുപ്പാണ് എന്നുള്ളതാണ് ഇവരുടെയൊക്കെ നിലപാട്. എന്തായാലും ഇവരൊക്കെ വോട്ട് രേഖപ്പെടുത്തി കഴിഞ്ഞ് അതിൻ്റെ വിലയിരുത്തലിലേക്ക് പോകുന്നത് 23-ാം തീയതി ആയിരിക്കും. ആരാണ് അക്ഷരാർത്ഥത്തിൽ ഈ മണ്ഡലത്തിൽ ഇനി തുടരേണ്ടത് എന്നുള്ള കാര്യത്തിൽ ഒരു അന്തിമ തീരുമാനം ഇന്ന് വിധിയെഴുത്തിലൂടെ ഇവരൊക്കെ നടത്തുമെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. നമുക്ക് ദൃശ്യങ്ങളിൽ തന്നെ കാണാം, കുറച്ചാളുകൾ മാത്രമാണ് കാത്തു നിൽക്കുന്നത്. ചേട്ടൻ വോട്ട് ചെയ്തോ? വോട്ട് ചെയ്തു. സന്തോഷമായിട്ട് ചെയ്തു. എങ്ങനെയുണ്ട് ഇവിടുത്തെ ഒരു തെരഞ്ഞെടുപ്പ്? ഇടയ്ക്കിടയ്ക്ക് തെരഞ്ഞെടുപ്പുകൾ വരുന്നുണ്ടല്ലോ. അതെ, വളരെ സ്മൂത്ത് ആയിട്ട് പോകുന്നുണ്ട്. ഒരു കുഴപ്പമില്ല. പോലീസ് ഉദ്യോഗസ്ഥന്മാരൊക്കെ നല്ല സജീവമായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. എല്ലാ ഉദ്യോഗസ്ഥന്മാരും സജീവമായിട്ട് വർക്ക് ചെയ്തുകൊണ്ട് വളരെ ഡീസൻ്റ് ആയിട്ട് നടന്നുകൊണ്ട്. ഒരു ലോക്സഭാ ഇലക്ഷൻ കഴിഞ്ഞു, അതിൻ്റെ ഉപതെരഞ്ഞെടുപ്പ് കഴിഞ്ഞു, ഇപ്പോൾ വീണ്ടും ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പ് വന്നിരിക്കുക. അതിനൊന്നും ഇവിടെ ആൾക്കാർക്ക് കുഴപ്പമില്ല, ഒരു പ്രശ്നം ഇല്ല. അതാണ് ജനാധിപത്യത്തിൻ്റെ സ്പിരിറ്റ് എന്ന് പറയുന്നത്. വോട്ട് ചെയ്തു. എങ്ങനെയുണ്ട് ഈ പ്രാവശ്യത്തെ തെരഞ്ഞെടുപ്പ്? വാശിയേറിയ പോരാട്ടമാണ്. അടിപൊളിയല്ലേ? അപ്പം തീരുമാനിച്ചുറപ്പിച്ച് അങ്ങ് കുത്തിയിട്ടുണ്ടാവും. പിന്നെ തിങ്കളാഴ്ച ഒന്ന് ചങ്കൂടി പാറിപ്പിക്കും ഞങ്ങൾ. ആണല്ലേ? അദ്ദേഹത്തിൻ്റെ നിലപാട് അദ്ദേഹം കൃത്യമായി തന്നെ പറയാണ്. നമസ്കാരം, വോട്ട് ചെയ്തോ? ചെയ്തു. എങ്ങനെയുണ്ട് ഈ പ്രാവശ്യത്തെ തെരഞ്ഞെടുപ്പ്? ഈ അടുപ്പിച്ചടുപ്പിച്ച് വരുന്ന തെരഞ്ഞെടുപ്പൊക്കെ വരുമ്പോഴേ വരാനൊക്കെ ഒരു ബുദ്ധിമുട്ട് തോന്നിയിട്ടില്ല? കുഴപ്പമൊന്നുമില്ല. അത് അതിനുള്ളതുള്ള ആൾക്കാർക്ക് വരാൻ തോന്നും. തെരഞ്ഞെടുപ്പ് എന്ന് പറയുമ്പോൾ ഒരു ആവേശമാണ്. അതെ, അത് മനസ്സിലാക്കി പൂർണ്ണമായിട്ട് എത്തിയിട്ടുണ്ട്. തീർച്ചയായിട്ടും. അല്ലേ? അമ്മ വോട്ട് ചെയ്തോ? കൂടുതൽ സമയം നിൽക്കേണ്ടി ഇല്ല, ഭംഗിയായിട്ട് നടന്നു. തീരുമാനിച്ചുറപ്പിച്ച ആൾക്കാരെ കുത്തിയല്ലോ. ഓക്കെ, എന്തായാലും എന്തായാലും അരുൺ പറഞ്ഞതുപോലെ വലിയ ക്യൂ കാണുന്നില്ല അല്ലേ ദീപക്? അതായത് ഒരു ആൾക്കൂട്ടം ഇങ്ങനെ ഒഴുകി വരുന്നതായിട്ടല്ല നമ്മൾ കാണുന്നത്. ഇപ്പോൾ മാനമൊന്ന് തെളിഞ്ഞു നിൽക്കുകയാണ്, സൂര്യൻ ഇങ്ങനെ പുറപ്പെട്ടിട്ടുണ്ട്. പക്ഷേ കാര്യമായിട്ടൊരു ഒഴുക്ക് കാണാൻ പറ്റുന്നില്ല. എന്നാൽ അതേസമയം മെച്ചപ്പെട്ട പോളിംഗ് എന്ന് നമുക്ക് പറയാം. കുഴപ്പമില്ലാത്ത പോളിംഗ് എന്ന് ഇപ്പോൾ പറയാൻ പറ്റൂ. ഒരു വലിയ രീതിയിലുള്ള ഒരു ആൾക്കൂട്ടം ഒരു ബൂത്തിലും കാണുന്നില്ല അല്ലേ ദീപക്? ഇല്ല, നിലവിൽ നമുക്ക് അങ്ങനെ കാണാൻ കഴിയുന്നില്ല. വലിയ തിരക്കില്ല. പ്രത്യേകിച്ച് ബൂത്തുകളുടെ എണ്ണം കൂട്ടിയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അങ്ങനെ ഒരു ബുദ്ധിമുട്ട് പൊതുവെ കാണാനില്ല എന്നുള്ളതാണ്. ഒപ്പം തന്നെ ആളുകൾക്ക് രാവിലെ മഴ ആയതുകൊണ്ട് ചെറിയ ബുദ്ധിമുട്ടുണ്ടായി കാണാം. പക്ഷേ അവരും നേരത്തെ തന്നെ എത്തുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. ചേട്ടാ, ഇവിടുന്ന് അധികം ദൂരെ നിന്നാണോ? അല്ല, അവിടെ അടുത്താണല്ലേ? ബുദ്ധിമുട്ടൊന്നും ഉണ്ടായില്ലല്ലോ? ബുദ്ധിമുട്ടൊന്നുമില്ല. ആളുകളെയൊക്കെ ഇവിടേക്ക് എത്തിച്ച് മാക്സിമം വോട്ട് രേഖപ്പെടുത്തുക. എല്ലാ മുന്നണികൾക്കും വോട്ട് കുറച്ചുകൂടി എല്ലാവരെ മടിപിടിച്ച് മഴയത്തൊക്കെ ഇരിക്കുന്നവരെയൊക്കെ വോട്ടിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ്.